Hi all, welcome back. Hope you all are doing good. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് മുന്നേ അപ്ലോഡ് ചെയ്ത ആ ഒരു വ്ളോഗിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ ഇത് കുറേ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളിലായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റാണ്ടായിട്ടുണ്ടായിന്. അപ്പം അത് എന്തായാലും എഡിറ്റ് ചെയ്ത് വെച്ചതല്ലേ, അതങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ എൻ്റെ മനസ്സനുവദിക്കാത്തതുകൊണ്ടാണ് ഞാനിതിപ്പം അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം അന്ന് ചെയ്തത് എനിക്ക് തോന്നുന്നു നമ്മളെന്തോന്ന് കൊറിയർ ചെയ്തിട്ടുണ്ടായി. അതിന് ശേഷം ഈവനിങ് തൊട്ടിട്ടുള്ള ബാക്കി ആ ഒരു ഡേൻ്റെ ബാക്കി വ്ളോഗാണ് വരുന്നത്. അപ്പം അന്ന് എനിക്ക് ഇത് ഏകദേശം ഈ ഒരു വ്ളോഗ് എടുത്തത് സ്കൂൾ തുറക്കുന്ന ആ ഒരു ടൈമിലായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു ലാബിൻ്റെ എല്ലാം നമുക്ക് ഓർഡർ ഉണ്ടായത് ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ സ്കൂള് പൂട്ടാനായി ആ ഒരു ടൈം ആയിട്ടുണ്ട്. എന്നാലും ഇത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നെയിം സ്ലിപ്പിൻ്റെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു. അപ്പം അത് ആ ഒരു ടൈമിൽ നമ്മൾ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു നെയിം സ്ലിപ്പിന്. ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു 25 അങ്ങനെ എന്തോ നെയിം സ്ലിപ്പിന് 99 ആ ഒരു റേറ്റിലാണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല റേറ്റ് ഇപ്പോൾ. അപ്പം ആ ഒരു റേറ്റിലെങ്ങാനും നെയിം സ്ലിപ്പിന് ഒരു ഓഫർ ഇട്ട ടൈമിലുള്ള ഓർഡറിൻ്റെ ഒരു വർക്കായിരുന്നു ഇത്. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് തന്നെ തന്ന ഒരു ഓർഡറാണ്. അപ്പോൾ അതെനിക്ക് എപ്പം ചെയ്ത് കഴിഞ്ഞാലും പെട്ടെന്ന് കൊടുക്കാൻ പറ്റും, അടുത്ത് തന്നെ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ആ ഒരു ടൈം അത് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ ഒരു ഇതിനാണ് ഓർഡർ തന്നിട്ടുണ്ടായത്. അതായത് ഒരു ഷീറ്റിൽ വരുന്നത് 25 എണ്ണമല്ല, ഞാൻ പറഞ്ഞത് അത്രയും എണ്ണത്തിനായിരുന്നു ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാനിത് രണ്ട് വിധത്തിൽ ഒന്ന് ചെയ്ത് നോക്കി. ഞാനിത് ഫസ്റ്റ് ടൈമായിട്ട് ചെയ്യുന്നതാണ്. ആ ഒരു രണ്ട് ഡിഫറെൻ്റ് ഇതിലൊരു ഷീറ്റിൽ ഇത്ര എണ്ണം എന്നുള്ളത് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ പിന്നെ അത് മാറ്റിയിട്ട് ഓഫർ 25 ഉള്ളത് 30 ആക്കിയിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കിയത് ഈ ഒരു ലാബിലായിരുന്നു. അപ്പം ഞാൻ 2 ഷീറ്റ് ഇതിൻ്റെ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ എനിക്ക് അവർക്ക് ആകെ ഒരെണ്ണേ കൊടുക്കാനുള്ളൂ. പിന്നെ ഒന്ന് ഞാൻ അവർക്ക് കോംപ്ലിമെൻ്ററി പോലെ കൊടുക്കുക ചെയ്തിട്ടുണ്ടായി. കാരണം എനിക്കിത് ഇവിടെ വെച്ചതിനെ കൊണ്ട് വലിയ യൂസൊന്നും ഇല്ലല്ലോ. ആ ഒരു കുട്ടീൻ്റെ ഫോട്ടോവും നെയിമും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ ചെയ്ത് കൊടുത്ത വർക്കാണ്. അപ്പം അങ്ങനെ അത് ചെയ്തെടുക്കുക ചെയ്തത്. പിന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത ശേഷം അതിൽ ഫോട്ടോസും കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട് പോവുക ചെയ്തത്. അതായത് ഒരു ഈവനിങ് ടൈം ആകുമ്പോൾ നമുക്ക് പുറത്ത് ചെറിയൊരു വെയിൽ ഉണ്ടാവില്ല, ആ ഒരു വെയിലിൽ വേഗം എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയിട്ട് അതിൻ്റെ സാധനങ്ങളെല്ലാം എടുത്തിട്ട് പോയിട്ട് വീഡിയോ അല്ല ഫോട്ടോസാണ് ഞാൻ അതിൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്തിട്ടില്ല, അതിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ അതെല്ലാം ചെയ്ത് പിന്നെ നമുക്കിതൊന്ന് റാപ്പ് ചെയ്തിട്ട് കൊടുക്കുക ചെയ്യേണ്ടുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ ഇത് അന്ന് തന്നെ വൈകുന്നേരം ഒരു കുറച്ച് കഴിഞ്ഞിട്ടുള്ളൂ വാങ്ങിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അതൊന്ന് റാപ്പ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഞാനിത് ആദ്യം ഒരു എൻവലപ്പ് പോലെ ആക്കിയിട്ട് അത് ഒന്ന് അവർക്ക് കൊടുക്കാനുള്ളതും എൻവലപ്പ് പോലെ ആക്കിയിട്ടും പിന്നെ വേറൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, എക്സ്ട്രാ ഞാൻ പ്രിൻ്റ് എടുത്തത് അത് ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കുമല്ലോ, അതുകൊണ്ട് അങ്ങനെ 2 ഡിഫറെൻറ്റ് ടൈപ്പായിട്ട് ഇങ്ങനെ റാപ്പ് ചെയ്ത് കൊടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്.
എൻവലപ്പ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ടൊന്നും അധികം അങ്ങനെ പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും അറിയണ്ടാവും പണ്ട് മുതലേ ഉണ്ടാക്കുന്ന ആ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. സ്ക്വയർ ഷേപ്പിലൊരു പേപ്പർ കട്ട് ചെയ്തെടുത്ത്, ഒരു ബ്രൗൺ പേപ്പർ കട്ട് ചെയ്തെടുത്ത് അതിൽ ആ കോർണറിൽ നിന്ന് സെൻറ്ററിലേക്ക് മടക്കുക ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കിത് ഈ ഒരു ഇതിൽ ഞാൻ എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ബോറായിട്ട് തോന്നുമായിരുന്നു, ബോറടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സ്കിപ്പ് ചെയ്യുമോ, അല്ലെങ്കിൽ 1x അത് 2x 1.5 ഇട്ടിട്ട് കാണാം കേട്ടോ. പിന്നെ ഈ ഒരു ഗ്ലൂ എന്ന് പറയുന്നത് എനിക്ക് പേര് ഓർമ്മയില്ല, ആ ഒരു പുറത്ത് കാണുമ്പോൾ മനസ്സിലാവില്ല. ഒരുപാട് അത് യൂസ് ചെയ്ത് ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാൻ നോക്കി, പക്ഷെ അത് സ്റ്റിക്ക് ആവുന്നുണ്ടായിട്ടില്ല, എന്താണെന്നറിയില്ല. ഇങ്ങനത്തെ ഗ്ലൂ സ്റ്റിക്സ് പൊതുവേ പേപ്പേഴ്സിൽ ഒട്ടിക്കാൻ നല്ലതാണല്ലോ. അപ്പം അങ്ങനെ ഇതാക്കിയിട്ട് ഞാൻ വാങ്ങിച്ച ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഗ്ലൂ സ്റ്റിക്ക് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം അത് എന്ത് കളിച്ചിട്ടും സ്റ്റിക്കാവുന്നുണ്ടായിട്ടില്ല. പിന്നെ ഗ്ലൂ ഒക്കെ മാറ്റി സ്റ്റിക്ക് ചെയ്യുക ചെയ്തിട്ടുണ്ടായത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ഈ ഒരു നെയിം സ്ലിപ്പ് 25 പീസസിനാണ് 99 നമ്മൾ ഓഫറിട്ട് സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നത്. പിന്നെ അത് മാറ്റിയിട്ട് 30 പീസസ് 99 ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി എന്തായാലും സ്കൂളെല്ലാം ക്ലോസ് ചെയ്യാൻ പോവാണ്, റീ ഓപ്പണിംഗ് ടൈം ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇതുപോലെ നെയിം സ്ലിപ്പിനും അങ്ങനെയുള്ള സാധനത്തിലും വീണ്ടും ഓഫേഴ്സ് കൊണ്ടുവരും ഇൻഷാ അല്ലാ. അപ്പം അതിനെക്കുറിച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ടും അങ്ങനെയുള്ള ഓഫേഴ്സ് അപ്ഡേറ്റ് ആവാൻ വേണ്ടിയിട്ടും നമ്മൾ ചാനലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം പേജും നിങ്ങൾ ഫോളോ ചെയ്തെന്ന് ഉറപ്പ് വരുത്താം കേട്ടോ. ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇൻസ്റ്റഗ്രാമിൻ്റെയൊക്കെ ID ഞാൻ കൊടുക്കാം സ്ക്രീനിൽ. അതുപോലെ തന്നെ എന്തെങ്കിലും എൻക്വയറീസോ ഓർഡേഴ്സോ ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താലോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്താലോ മതി. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു 25 പീസ് പിന്നെ ഞാൻ പറഞ്ഞില്ല എക്സ്ട്രാ ചെയ്തത്, അത് ഞാൻ വേറെ വേറെ പാക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ വാലൻറ്റൈൻസ് ഡേ ആ ഒരു ഫെബ്രുവരി 14 അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ വാലൻറ്റൈൻസ് ഡേ ഓഫേഴ്സ് ഇട്ടിട്ടുണ്ട്. അപ്പം അത് ഞാൻ ഇൻസ്റ്റഗ്രാമിലായാലും യൂട്യൂബിലായാലും കമ്മ്യൂണിറ്റി പോസ്റ്റിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഓർഡേഴ്സ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എൻക്വയറീസ് ഉണ്ടെങ്കിലോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാട്സാപ്പിലോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസും പ്രൈസും ഇനിയിപ്പോൾ ഡൗട്ട്സ് ആണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ചോദിക്കാം. എനിക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ എന്ന് പറയുമ്പോൾ ആ ഒരു എൻവലപ്പ് പാക്കിങ് അതിൽ വെച്ച ശേഷം പിന്നെ എനിക്കത് കുറച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് തോന്നി. ഈ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനെയുള്ളതെല്ലാം കാണുമ്പം അത് കുറച്ചും കൂടി ഒന്ന് എന്താ രസത്തിലാക്കാൻ വേണ്ടിയിട്ട് ഇത് ഒട്ടിക്കുന്ന സ്വഭാവമെല്ലാം ഉണ്ടാവും, ക്രാഫ്റ്റ് ചെയ്യുന്നവർക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ അതുപോലെ ഞാനിങ്ങനെ ഒരു ചെറിയൊരു മെയിലിംഗ് ടൈപ്പ് ഒരു സ്റ്റിക്കർ പോലത്തെ കട്ട് ചെയ്ത് വെച്ചതുണ്ട്. അപ്പം അതിൽ നിന്ന് നോക്കിയിട്ട് ആ ഒരു ഇതെടുത്തിട്ട് അതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ജൂട്ട് ത്രെഡൊക്കെ യൂസ് ചെയ്തിട്ട് ഒന്ന് ടൈ ചെയ്ത് കൊടുത്ത് രസമാക്കുന്നുണ്ടായിരുന്നു.
പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വർക്കെല്ലാം കഴിഞ്ഞ ശേഷം ഒന്ന് ആ ടേബിൾ ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. വേണ്ട സാധനങ്ങളെല്ലാം മാറ്റി വെച്ച് ബാക്കി പേപ്പേഴ്സ് കട്ട് ചെയ്തതും എല്ലാം ക്ലീൻ ചെയ്ത് വെക്കുക ചെയ്യുന്നത്. അതിന് ശേഷം ഞാനൊന്ന് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ച്. ഈവനിങ് ടൈമാണല്ലോ, അപ്പോൾ ചായക്ക് നമുക്ക് എന്തെങ്കിലും അങ്ങനെ കുക്ക് ചെയ്യാമെന്നുള്ളതിലേക്ക് കുക്ക് ചെയ്യുക ചെയ്തിട്ടുണ്ടായിരുന്നത്. മക്രോണി ഉണ്ടാക്കുക ചെയ്ത്. അപ്പം ഞാൻ ജസ്റ്റ് ഇത് ഉണ്ടാക്കുന്നത് കൂടി ഒന്ന് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഞാൻ പറയാം എന്താണെന്നുള്ളത്. അപ്പോൾ ആദ്യം പാന് ചൂടായാലും കുറച്ച് ഓയിൽ ഒഴിച്ച് അതിലേക്ക് വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും ആഡ് ചെയ്തിട്ടൊന്നും സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിത് ഇപ്പം കണ്ടുകൊണ്ട് അങ്ങനെ പറയുന്നതുകൊണ്ട് എനിക്ക് വീഡിയോസൊന്നും ഓർമ്മയില്ല, ഞാൻ ചെയ്തതും ഓർമ്മയില്ല. അപ്പോൾ ആ ഒരു ഇത് ഞാൻ നോക്കി നോക്കി പറയാമെന്ന് കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെങ്കിലും ഞാൻ ഒന്ന് പറയുന്നതേ ഉള്ളൂ. പിന്നെ അതിലേക്ക് ചേർക്കുന്നത് ചെറിയ ജീരകം കുറച്ച് ചേർത്തിട്ടുണ്ട്. ഒരു നുള്ളു ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ട് അതൊന്നായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഉള്ളി ചെറുതായിട്ട് മുറിച്ച് വെച്ചത് ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് ഈ ഒരു സമയം തന്നെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഉള്ളി പെട്ടെന്ന് വഴറ്റി വരുമല്ലോ. അപ്പം അങ്ങനെ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സിമ്പിളായിട്ടൊന്ന് വേഗം ചെയ്തെടുക്കുന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. അല്ല ഇതുപോലെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ തക്കാളി കൂടി മുറിച്ച് വെച്ചത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എത്രയാണെന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല, എനിക്ക് ഓർമ്മയുമില്ല. അപ്പോൾ വെജിറ്റബിൾസ് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്താണോ അതെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം, പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി അതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇറച്ചി മസാല അല്ലെങ്കിൽ ഗരം മസാല അങ്ങനെ എന്തെങ്കിലും മസാല പൗഡറും കുറച്ച് സോയാ സോസും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമുക്ക് ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ സോസ് ഈ ഒരു സമയത്ത് ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച മക്രോണി അതിൽ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് ചെയ്തത് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. കുറച്ച് എരിവ് അധികമായി പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ടേസ്റ്റ് വൈസ് നോക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ തന്നെ എന്നെ പൊക്കി പറയുന്നതല്ല കേട്ടോ. അപ്പം അതെല്ലാം കഴിഞ്ഞ് ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് മഴയുള്ള ആ ഒരു ടൈമാണ്. അപ്പം ആ ഒരു മഴയും ചൂടായിട്ട് മക്രോണിയിൽ തോന്നുന്ന ഒരു വൈബല്ലേ. അപ്പം അങ്ങനെ പിന്നെ ഇതാക്കി ഞാൻ അനിയനും എല്ലാവർക്കും കൊടുത്ത്. അപ്പം നമ്മളങ്ങനെ ചായ ഞാൻ കുടിക്കലില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു ചായക്ക് എന്നല്ല നമ്മളിത് പറയുക, അങ്ങനെ പറഞ്ഞതാണ്. ഞാൻ ചായ കുടിക്കാനുണ്ടായിട്ടില്ല. അപ്പോൾ കോഫി അങ്ങനെ എന്തെങ്കിലും കുടിക്കും ഞാൻ. പക്ഷേ ഇതിൽ ഗ്രീൻ ടീ എങ്ങാനാണ് കുടിക്കുന്നുണ്ടായത്. ആ ഒരു ടൈമിൽ ഞങ്ങൾക്ക് ഗ്രീൻ ടീയോട് എന്തോ വലിയൊരു ഇഷ്ടം ഉണ്ടായിന്. പിന്നെ ആ ഒരു കുറച്ച് കാലം അങ്ങനെ കുടിച്ചല്ലാണ്ട്, കുറച്ച് കാലം എന്നൊന്നും പറയാനില്ല, 1-2 ഡേയ്സ് കുടിച്ചായിരുന്നു. പക്ഷേ ഗ്രീൻ ടീ പൊതുവേ ആർക്കും അങ്ങനെ ഇഷ്ടപ്പെടില്ല എന്ന് തോന്നുന്നു, കയ്പ്പെല്ലാം ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ ആ ടൈം ഷുഗർ കട്ട് ചെയ്യണം എന്നുള്ളതിലേക്ക് നിന്നിട്ട് ഷുഗർ കട്ടെല്ലായി. അങ്ങനെ ഷുഗർ യൂസ് ചെയ്യാണ്ട് ഗ്രീൻ ടീ എല്ലാം കുടിച്ചു. പക്ഷെ എനിക്കെന്തോ ആ ടൈം ഭയങ്കര ഇഷ്ടമുണ്ടായിട്ടുണ്ടായി. പിന്നെ എന്നിട്ടോ കുടിക്കലില്ല, അങ്ങനെ ശീലമില്ല. രാവിലെ ആയാലും വൈകുന്നേരം ആയാലും ചായ കുടിച്ചിട്ടോ കോഫി കുടിച്ചിട്ടോ അങ്ങനെ ഒന്നും കുടിക്കുന്ന ശീലമില്ല. അതുകൊണ്ടായിരിക്കും മേ ബി അത് പിന്നെ അങ്ങനെ ഇതായി. ഇപ്പോൾ ആ ഗ്രീൻ ടീൻ്റെ പാക്കറ്റ് ഇവിടെ ഉണ്ട്, വേറെ കാര്യം. പിന്നെ ആ ഒരു ടൈം ഞാൻ പറഞ്ഞ പോലെ മഴയുണ്ടായിരുന്നു. അപ്പോൾ പുറത്ത് പോയി നിന്നിട്ടാണ് നമ്മൾ തിന്നിട്ടുണ്ടായത്. പിന്നെ ഇത് രാത്രിയത്തെ ഡിന്നറായിരുന്നു. അത് ബാപ്പ പൊറോട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പൊറോട്ട കൊണ്ടുവന്നതുകൊണ്ട് ഒരു എഗ് റോസ്റ്റ് ഉണ്ടാക്കി അങ്ങനെ വയ്ക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഇന്നലെ ആ ഒരു നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്ത ആ ഒരു വ്ളോഗിൻ്റെ ബാക്കിയും കൂടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ.